അല്ല, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അദ്ദേഹം പോയി കണ്ടു. ആ ഫോട്ടോ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ 25 കൊല്ലമായിട്ട് കാന്തപുരം ഉസ്താദിനെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇന്നും ഇന്നലെയല്ല, ഒരു ആവശ്യത്തിനല്ല അവിടെ പോകാറ്. അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പം പോയിട്ട് എന്താ പറയുക, സലാം അടിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല കാര്യം, ഇപ്പോഴെങ്കിലും ഒരു മനസ്സലിവൊക്കെ തോന്നിയല്ലോ. ഇപ്പോൾ വീണ ജോർജ മറുപടി പറയും. നിങ്ങൾ നോക്കണം, മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി 2.5 ആഴ്ചയായി നിയമസഭ തുടങ്ങിയിട്ട്, ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ നിയമസഭാ സമ്മേളന, ഈ നിയമസഭാ സമ്മേളനത്തിൽ മൂപ്പര് ബേപ്പൂർ കൂടെയാണ്. 3ഓ 4ഓ ദിവസമാണ് കേരളത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി പങ്കെടുത്തത്. എന്തിനാ ബേജാറാണ്? ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു അവിടെ വലിയ അൻവർ നല്ല രീതിയിൽ തോൽക്കും, അൻവറിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു വാർത്തകൾ. ഈ പാർട്ടി സെക്രട്ടറിയുടെ നിലമ്പൂർ വന്നിരുന്നു നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു അൻവർ പോയിട്ട് പാർട്ടിക്ക് രോമം പോയിട്ടില്ല. അതുകൊണ്ട് ഈ സെക്രട്ടറി തന്നെ, മനസ്സിലായില്ലേ? അവിടെ മൊത്തം ജനങ്ങൾ വടിച്ചു വിട്ടു, മനസ്സിലായില്ലേ? ഒരു രോമല്ല, എല്ലാം അതാണ് സ്ഥിതി. അതവർ മനസ്സിലാക്കിയാൽ മതി. അപ്പം സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട മന്ത്രി ഈ മണ്ഡലത്തിൽ കൂടെ ഓടി നടക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിട്ട് എനിക്ക് കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അവരെയൊക്കെ കാണുകയും പോവുകയും അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം ചില ബന്ധുക്കളൊക്കെ എന്നെ വിളിക്കുകയാണ്. അന്നവർക്ക് ഒന്നും വിചാരിക്കരുത് കേട്ടോ, മൂപ്പര് രാവിലെ വിളിച്ചിരുന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നമുക്ക് വരണ്ടാന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വരണ്ടാന്ന് പറയാൻ പറ്റുമോ? ഉച്ചക്ക് വിളിക്കുകയാണ് എൻ്റെ വേറെ ബന്ധുവിന്, എന്നിട്ട് പറയാണ് പിന്നെ മണി 11 ഞാനൊരു തിരക്കാണ്, ഉച്ചഭക്ഷണത്തിനാണ് വരുന്നുണ്ട്, ഉള്ള ഭക്ഷണം മതി കേട്ടോ. എന്നിട്ട് പോയി ഭക്ഷണം കഴിക്കുക, ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒന്നും വേണ്ട. നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം ചീപ്പാണ് അദ്ദേഹം നടത്തുന്ന പ്രവൃത്തി എന്നതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങളെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടെ വേങ്ങാട് ഫാമിലിൻ്റെ ഒരു കുടുംബസമിതി സമ്മേളനത്തിൽ പങ്കെടുത്ത് ഞാൻ ഇറങ്ങും, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. ഞാൻ എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി, പുള്ളി അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി, ഞങ്ങൾ കണ്ടുമുട്ടി, ഷെയ്ഖേൻ്റെ ഇത് കുശലം പറഞ്ഞ് പിരിഞ്ഞു. അത് വീഡിയോ എടുത്തിട്ടേ നാട് മുഴുവൻ പ്രചരിപ്പിക്കുക. കണ്ടില്ലേ മുഹമ്മദ് റിയാസ്, ഏത് ശത്രുവിനെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന മുഹമ്മദ് റിയാസിൻ്റെ മനസ്സലിവ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാർക്കറ്റ് ചെയ്ത ഇത്രയും ചീപ്പ് പൊളിറ്റിക്സ്. അപ്പോൾ ഇതിലപ്പുറം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ, ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അങ്ങോട്ട് കടന്നു കളയാമെന്നത് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇത് തിരിച്ചറിയും. ഈ വികസനത്തിൻ്റെ മൂടുപടം ഇവിടുത്തെ ജനങ്ങളെ കൂട്ടി ഞങ്ങൾ പൊളിക്കും. അതിൻ്റെ അല്ല, രാഷ്ട്രീയത്തിനപ്പുറമുള്ള സൗഹൃദം അല്ലോണ്ടാണല്ലോ ഷെയ്ഖേണ്ടത്. അത് വിൽപ്പന ചരക്കാക്കാൻ പറ്റുമോ? അത് എന്ത് മാന്യത അതിലുള്ളത്? എന്നിട്ട് അതിൻ്റെ പിന്നാലെ അതിൻ്റെ ബാക്കിയുള്ള കമൻസുകളൊന്ന് വായിച്ചു വെക്കൂ. അപ്പം അങ്ങനെ കിട്ടുന്ന എന്താ പറയുക, എന്തും എന്താ പറയുക, PR വർക്കിന് വേണ്ടിയിട്ട് ഒരു നിലവാരത്തെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ വാപ്പാനെയും വലിയാപ്പാനെയും ചീത്ത വിളിക്കാൻ 100 ആൾക്ക് ശമ്പളം കൊടുത്ത് ലോകത്താരെങ്കിലും ആളെ നിർത്തുമോ? ഒന്ന് അരച്ചു വെക്കൂ.